3 മക്കളുള്ള ദമ്പതികളാണ് സൈറ റഹ്മാൻ ദമ്പതികൾ. ഇരുവർക്കും വളരെയധികം സ്നേഹത്തോടെ നൽകാനും സ്നേഹത്തോടെ പറയാനുമുള്ള 3 മക്കളെന്ന് പറയാം. ഇവർ ഇതുവരെ ഈ വേർപിരിയൽ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. രാവിലെ ഒരു മകൾ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ മകൾ കൂടി പ്രതികരിച്ച് രംഗത്തെത്തുകയാണ്. ഇപ്പോൾ അമ്മയും അച്ഛനെയുമല്ല മറ്റുള്ളവരെ കുറ്റം പറയാനാണ് ഇപ്പോൾ മകൾ എത്തിയിരിക്കുന്നത് എന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത വാർത്തകൾ ഏറ്റുപിടിക്കുന്നത്? അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചു പോയാൽ പോരെ? ജീവിക്കുന്ന നോക്ക്, പോയി എങ്ങനെയെങ്കിലും ജീവിക്ക്. അഭ്യൂഹം പരത്തരുത്, വിഡ്ഢികളാവരുത്, അല്പന്മാർ വിശ്വസിക്കും. ഇങ്ങനെയാണ് മൗനം വെടിഞ്ഞുകൊണ്ട് റഹ്മാൻ്റെയും സൈറ ബാനുവിൻ്റെയും മകളായ റഹീമ റഹ്മാൻ പറഞ്ഞുകൊണ്ട് എത്തുന്നത്. റഹ്മാനും സൈറ ബാനുവും വേർപിരിയുന്നു എന്ന വാർത്ത വളരെ ഞെട്ടലോടെ തന്നെയാണ് സിനിമാ ലോകം അറിഞ്ഞത്. സിനിമാ ലോകവും ആരാധകരും വളരെയധികം ഞെട്ടിക്കൊണ്ട് കേട്ട വാർത്തയായിരുന്നു എന്ന് പറയാം. 29 വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിനായിരുന്നു ഇരുവരും ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഇരുവർക്കും 3 കുട്ടികളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. വേർപിരിയൽ വാർത്ത തന്നെ പുറത്തു വന്നതിന് പിന്നാലെ പല കോണിൽ നിന്നും പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു. അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഹ്മാന്റെ മകൾ റഹീമ റഹ്മാൻ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് റഹ്മാന്റെ ഇഷ്ടപുത്രി എന്ന് പറയാം. പലപ്പോഴും റഹീമയെക്കുറിച്ചാണ് റഹ്മാൻ വാചാലനാകാറുള്ളത്. അഭ്യൂഹങ്ങൾ പരത്തുന്ന വിഡ്ഢികളാണെന്നും അത്തരക്കാരോട് പറയാനുള്ളത് പോയി ജീവിക്കൂ എന്നാണെന്നും റഹീമ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചു. എപ്പോഴും ഓർക്കുക, അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുക്കളാണ്, അത് പരത്തുന്നത് വിഡ്ഢികളും. അല്പന്മാർ അത് വിശ്വസിക്കുകയും ചെയ്യും. സത്യസന്ധമായി പറഞ്ഞാൽ പോയി ജീവിക്കൂ. റഹീമ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി കുറിച്ച വാക്കുകളാണിവ. മറ്റൊരു ഹോളിവുഡ് മ്യൂസിക് മീഡിയ അവാർഡ് ലഭിച്ചതിൻ്റെ വാർത്തയും പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ രാജാവാണ്, ഞങ്ങളുടെ നേതാവാണ് നിങ്ങൾ. ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ തളർത്തില്ല, ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ അടുത്തു നിന്നും പോകില്ല, എപ്പോഴും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റഹ്മാന് വേണ്ടി ഒരു പോസ്റ്റാണ് ഇപ്പോൾ മകൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിലൂടെ തന്നെ വാപ്പയും ഉമ്മയും മറക്കാതെ തന്നെ മക്കൾ ഒപ്പമുണ്ട് എന്ന് പറയുകയാണ്. മക്കൾ രാവിലെ മുതൽ തന്നെ ഓരോ പ്രതികരണം നടത്തുന്നുണ്ട്. ഇനി മകൻ കൂടി നടത്തിയാൽ മതി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. റഹ്മാനും സൈറയും വളരെയേറെ നാളുകൾ സൗഹൃദത്തിന് ശേഷമാണ് ഒരുമിച്ചത്. ഇരുവരുടെയും സൗഹൃദം പിന്നീട് ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ സാധിച്ചില്ല. എപ്പോഴൊക്കെയോ ആ സൗഹൃദവും ചിത്രങ്ങളുമൊക്കെ കാണുമ്പോൾ അവരുടെ സ്നേഹം തന്നെ തോന്നിപ്പോകുന്നു. എന്നാൽ അത്തരത്തിലൊന്നും ഇല്ലായിരുന്നുവെന്നും എല്ലാവരെയും കാണിക്കാൻ വേണ്ടി പൊള്ളയായി കൊണ്ടു നടന്നിരുന്നതാണെന്നറിയുമ്പോൾ കൂടുതൽ വിഷമമാകുന്നു. എല്ലാവർക്കും സങ്കടം തോന്നുന്നു. പ്രേക്ഷകരുടെ ഇടയിൽ പോലും വൈറലാകുന്ന വാർത്തയായി മാറുന്നു. ഇപ്പോൾ റഹ്മാൻ സൈറ ദമ്പതികളുടെ വാർത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സംസാരിക്കുന്നത്. വിഷമമുണ്ട്, നല്ല തീരാത്ത വിഷമം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ തന്നെയാണ് എല്ലാവരും ചുറ്റും നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ റഹ്മാന്റെ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ പ്രേക്ഷകർക്ക് സമാധാനമാകൂ. ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. സൈറയ്ക്കായാലും റഹ്മാനായാലും തന്നെ ഇതിനുള്ള മറുപടി ലഭിക്കണം, ഇതിനുള്ള വാക്കുകൾ ലഭിക്കണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.